ധന്യ, ഈ രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആക്ഷേപമായി ഉന്നയിച്ചു, ചില തെളിവുകൾ പുറത്തുവിട്ടു. അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ എതിർവാദങ്ങളും ഉണ്ടായി. പക്ഷേ അതിൽ ചില കഴമ്പുകളുണ്ട്, ചില വസ്തുതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. കാര്യം പ്രായോഗികമായി അത് ചിന്തിക്കുമ്പോൾ തന്നെ ഇത്തരം ചില അപാകതകൾ, അത് അസാധാരണത്വമുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ രാഹുൽ ഗാന്ധിയുടെ വാദത്തെ സാധൂകരിക്കുന്ന രീതിയിൽ കൂടുതൽ വസ്തുതകൾ പുറത്തു വരുന്നതാണ് പുതിയ വിവരം. എന്താണ് സംഗതി? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കൊപ്പം സുപ്രീം കോടതി കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുപ്രീം കോടതിയൊന്നും ആർക്കും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധിയെ പലപ്പോഴും നമ്മൾ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒന്നിനും കൊള്ളാത്ത ഒരു നേതാവാണ്, രാഷ്ട്രീയം എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത നേതാവാണ്, ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും വിഡ്ഢിത്തരം പറയാനും മറ്റ് രാജ്യങ്ങളിൽ ചെന്നിരുന്ന് ഇന്ത്യയെ താഴ്ത്താനും അല്ലാതെ രാഹുൽ ഗാന്ധി കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് രാഹുൽ ഗാന്ധി തീ പോലെ ആളിപ്പടരുന്നത് നമ്മൾ കാണുന്നത്. ഈ 52 ഇഞ്ച് നെഞ്ച് വിരിച്ച് നിൽക്കുന്ന നരേന്ദ്രമോദിയെ 1 ഇഞ്ച് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ ചങ്ങലക്കിട്ട് കൂച്ചുവിലങ്ങിട്ട് നിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ പിന്നോട്ട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ രാഹുൽ ഗാന്ധി ഇപ്പോൾ വ്യത്യസ്തനാക്കുന്നത്. വോട്ട് മോഷണം, കള്ള വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടിങ്ങിൽ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയപ്പോൾ പലരും അത് പരിഹസിച്ചു. പപ്പുമോൻ പറയുന്നത് നമ്മൾ എന്തിനാണ് ചെവിക്കൊള്ളുന്നത്, പപ്പുമോൻ പറയുന്നതിൽ എന്തിനാണ് വാസ്തവം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും, BJP-ക്കാരാണ് ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാനായി രംഗത്ത് നിന്നത്. അതായത് ഒറ്റയ്ക്ക് 400 സീറ്റ് നേടി കേവല ഭൂരിപക്ഷത്തോടെ ജയിക്കാം എന്ന് പറഞ്ഞിരുന്ന BJP-യെ ഇപ്പോൾ 2 ഘടകകക്ഷികൾ കൂടെ ചേർത്ത് നിർത്തി ഭരിക്കുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ കോൺഗ്രസിന് എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ അവിടെ നിന്ന് അവരുടെ ജയം തുടങ്ങി എന്ന് വേണം നമ്മൾ കരുതാൻ. ഇങ്ങനെ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് രാഹുൽ ഗാന്ധി കുറച്ചുകൂടി കോൺഗ്രസിനെ ഗൗരവമായി കാണുന്നു, രാഷ്ട്രീയത്തെ കുറച്ചുകൂടി ഗൗരവമായി കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഇവിടെ തന്നെ മൈമൂന എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ വർഷങ്ങളായി വയനാട് താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ 4000-ഓളം കള്ള വോട്ട് നടത്തിയെന്നാണ് BJP-യുടെ ആരോപണം. ഇപ്പൊ BJP-ക്കെതിരെ അവർ മാനനഷ്ട കേസ് കൊടുക്കുന്നുണ്ട്. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഒന്നും അറിയാതെ ഇത്രയും ഒരു വലിയ പാർട്ടി അനാവശ്യ കാര്യങ്ങൾ വിളിച്ചു പറയരുത് എന്നാണ് പറയുന്നത്. അതായത് മൈമൂന 3 പഞ്ചായത്തുകളിൽ കള്ള വോട്ട് ചെയ്തു എന്നാണ് BJP-യുടെ ആരോപണം. അതൊക്കെ പൊളിഞ്ഞടുങ്ങി ഇപ്പോൾ BJP തേഞ്ഞൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. കെ സുരേന്ദ്രൻ പറയുന്നു, ഞങ്ങൾ അങ്ങനെ കള്ളവോട്ട് ചെയ്തുവെങ്കിൽ നിങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ കള്ളവോട്ട് ചെയ്തത്. ഇതൊന്നും ചോദിച്ചുകൊണ്ട് ഈ വോട്ടിൻ്റെ ക്രമക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഇനിയെങ്കിലും BJP-ക്കാർ മനസ്സിലാക്കുക. നിങ്ങളെപ്പോഴും ബുദ്ധിശൂന്യമായി കാണുന്ന രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിയും വിവരമൊക്കെ വന്നിരിക്കുന്നു എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അയാൾ മറ്റൊരു തലത്തിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വരുന്ന ഒരു വാർത്ത നമുക്കൊന്ന് പരിശോധിക്കാം. അതിങ്ങനെയാണ് പറയുന്നത്: തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് തർക്കം, കോടതിയിൽ വെച്ച് വീണ്ടും വോട്ടെണ്ണൽ, ഹരിയാനയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം തിരുത്തി സുപ്രീം കോടതി. ഇങ്ങനെയാണ് ആ വാർത്ത. ആ വാർത്തയിൽ പറയുന്നത്, ഹരിയാനയിലെ ഭുവാന ലാഖു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കി സുപ്രീം കോടതി. നേരത്തെ പഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും കോടതി ഇടപെട്ട് വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് കോടതി പരിസരത്ത് വെച്ച് തന്നെ വീണ്ടും വോട്ടെണ്ണൽ നടത്തുകയും പിന്നാലെ തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കുകയും ചെയ്തിരുന്നു. കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു നടപടി. പാനിത് ജില്ലയിലെ ഭുവാന ലാഹു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹിത് കുമാറിനെ കോടതി വിജയിയായി പ്രഖ്യാപിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ദീപങ്കർ ദത്ത, കോട്ടീശ്വർ സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ സുപ്രീം കോടതി രജിസ്ട്രിയാണ് വോട്ടെണ്ണലിന് നേതൃത്വം വഹിച്ചത്. 2022 നവംബർ 2 നടന്ന സർപഞ്ച് തെരഞ്ഞെടുപ്പിൽ കുൽദീപ് സിംഗ് ആയിരുന്നു വിജയിച്ചിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് ഗ്രാമവാസികൾക്കിടയിൽ തർക്കമുണ്ടായിരുന്നു. പിന്നാലെ പാനിപത്തിലെ അഡീഷണൽ സിവിൽ ജഡ്ജ് ഇലക്ഷൻ ട്രൈബ്യൂണൽ മോഹിത് കുമാർ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. ഈ ഹർജി കോടതി പരിശോധിച്ചു. ഇദ്ദേഹം കീഴ്ക്കോടതിയെ ഹൈക്കോടതിയെ സമീപിച്ചു. പിന്നീട് ഇത് സുപ്രീം കോടതിയിലേക്ക് എത്തി. സുപ്രീം കോടതി EVM-ൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി ഈ ജയിച്ചയാളിൻ്റെ വിധി റദ്ദാക്കുകയും തോറ്റയാള് ജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു ഗ്രാമപഞ്ചായത്തിലാണ്
ഇത് നടന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് എന്തൊക്കെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാകാം. അപ്പോൾ നിസ്സാര കാര്യമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്, അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് ഈ ചെറിയ വാർത്തയിൽ നിന്ന് തന്നെ കൃത്യമായി ബോധ്യപ്പെടുന്ന. ആലോചിച്ച് നോക്കണം, ഈ സർക്കാരിനെ തന്നെ ഒരുപക്ഷെ EVM മെഷീൻ വീണ്ടും എണ്ണിയാൽ ഈ സർക്കാരിനെ തന്നെ മാറ്റി നിർത്തുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. അങ്ങനെയല്ലേ പ്രേംലാലേട്ടാ കാണേണ്ടത്? അങ്ങനെ നമുക്ക് ഒരു വാദത്തിന് അങ്ങനെ പറയാമെങ്കിലും വാസ്തവം അതല്ല. കാരണം ഒരു കൗണ്ടിംഗ് സ്റ്റേഷനിൽ തന്നെ EVMകൾ അത് അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് അത് പൊട്ടിക്കുന്നതും എണ്ണുന്നതും അടക്കം. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടാത്ത എന്ത് സംഗതിയാണ് പിന്നീട് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ നമുക്കത് ചോദ്യം ചെയ്യാം. ഇനി അതിനെയും മറികടക്കുന്ന തരത്തിൽ അസാധാരണമായ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണഗതി അതിൻ്റെ പ്രോട്ടോക്കോൾ അങ്ങനെയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് പോളിംഗ് സ്റ്റേഷനിൽ ആ വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും അസാധാരണത്വമുണ്ടോ ക്രമക്കേടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശമുണ്ട്. അതിൻ്റെ ഏജൻറ്റുമാർക്ക് പറ്റും. അവരുടെ സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് നടക്കുന്നത്. ഇനി ബൂത്ത് കയ്യേറ്റമടക്കം ചില വടക്കേന്ത്യൻ സംസ്ഥാനം, പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഓരോ ആളുകളെ കൊണ്ടുവന്നിട്ട് അവർക്ക് പകരം അവരുടെ ഏജന്റുമാർ വോട്ട് ചെയ്യുന്ന ചില ദൃശ്യങ്ങളൊക്കെ മുമ്പ് വന്നിരുന്നു. അതിൻ്റെ വാസ്തവം എനിക്കറിയില്ല. അമ്മാതിരി ഉണ്ടെങ്കിലാണ് അത് ഗുരുതര സ്വഭാവമുള്ളതാണ്. പക്ഷേ സാധാരണഗതിയിൽ വോട്ടിംഗ് നടക്കുന്ന അതുമുതൽ വോട്ട് എണ്ണുന്നത് വരെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഏജന്റുമാരെ അവരുടെ പോളിംഗ് സ്റ്റേഷനിലും അതേപോലെ കൗണ്ടിംഗ് സ്റ്റേഷനിലും വെക്കാൻ അനുവാദമുണ്ട്. നിയമം അതാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടാത്ത എന്ത് സംഗതിയാണ് പിന്നെ കോടതിയിൽ പോയി ബോധ്യപ്പെടുത്താൻ പറ്റുക? അതിൽ നമ്മളൊരു സംശയദൃഷ്ടിയോടെ കാണുന്നതിൽ അടിസ്ഥാനമില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത്തരം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഒരു തെറ്റുകുറ്റങ്ങളും ഇല്ല എന്ന് എഴുതി അവരുടെയും കൂടി സാക്ഷ്യപ്പെടുത്തലോടുകൂടി അതിലെന്തെങ്കിലും തിരിമറി സംഭവിക്കാൻ സാധ്യതയില്ലേ? ഈ കോൺഗ്രസ് തുടക്കം മുതൽ ബിജെപി അധികാരത്തിൽ വരുമ്പോൾ ആരോപിക്കുന്നത് EVMന്റെ ക്രമക്കേടുകളെ കുറിച്ചാണ്. അതായത് ഈ ബൂത്ത് പിടുത്തം പോലുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാൾ പ്രമുഖനിരുന്ന് മറ്റുള്ളവരുടെ വായ്മൂടി കെട്ടി മറ്റുള്ളവരെ നിശബ്ദനാക്കിക്കൊണ്ട് അയാൾ ആ ബൂത്ത് പിടിച്ച് അല്ലെങ്കിൽ അയാളുടെ ആജ്ഞയ്ക്കനുസരിച്ച് ആ പോളിംഗ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്ന രീതിയിൽ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഉള്ള സംഗതികൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമാണ്. തീർച്ചയായും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ അതും നമ്മൾ ഒരു നടപടിക്രമം ഉണ്ടല്ലോ, ഈ നടപടിക്രമം പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ നിരീക്ഷണം കൊണ്ടുവരണം, അല്ലെങ്കിൽ അത്തരം സംഗതികളുള്ള കാര്യങ്ങൾ പൊതുമധ്യത്തിൽ എത്തപ്പെടണം. പക്ഷെ നിലവിൽ നമ്മുടെ മുമ്പിൽ അത്തരം സാഹചര്യങ്ങളില്ല. ആരോപണങ്ങളുണ്ട്, ചില ദൃശ്യങ്ങൾ, ചില വാട്സാപ്പ് ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കിട്ടിയേക്കും. ഇങ്ങനെ ഈ വോട്ടർമാർ ക്യൂ നിന്നിട്ട് അവർക്ക് പകരം മറ്റാൾ വോട്ട് ചെയ്യുന്നത് പോലുള്ള ദൃശ്യം ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ആധികാരികത നമുക്കിപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥ സ്ഥിതിക്ക് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അവിടെ നിന്നുകൊണ്ടാണ് വോട്ടിംഗ് നടത്തുന്നത്, എണ്ണുന്നതും അങ്ങനെ തന്നെ. അപ്പോൾ അവിടെ വെച്ച് ബോധ്യപ്പെടാത്ത എന്ത് അസാധാരണത്വമാണ് പിന്നെ കോടതിയിൽ പോയി നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. പിന്നെ മുമ്പ് ചില ആരോപണങ്ങളൊക്കെ വന്നിരുന്നു, ചില സ്പൈവെയറുകൾ ഉപയോഗിച്ച്, അതായത് ഹാക്കിംഗ് പോലെയുള്ള സംഗതികൾ ഉപയോഗിച്ച് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളവിടെ ഒരു വോട്ട് രേഖപ്പെടുത്തിയാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ BJPക്ക് 100, കോൺഗ്രസ്സിന് 50, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് 300, 400 ഇങ്ങനെയൊക്കെ വോട്ടിംഗ് രേഖപ്പെടുത്തിയ ഒരു വോട്ടിംഗ് മെഷീനെ അത് ഭദ്രമാക്കി വെച്ചതിന് ശേഷം അതിന് പിന്നീട് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്ന രീതിയിൽ ഹാക്ക് ചെയ്ത് അത് മാറ്റാൻ പറ്റും. അങ്ങനെ ചില സാങ്കേതികളെക്കുറിച്ച് കേട്ടുകേഴ്വിയുണ്ട്. അതൊക്കെ വാസ്തവമാണോ എന്നറിയില്ല. അത്തരം ചില സംഗതികൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പേടിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് സംഘടിതമായിട്ട് തന്നെ അട്ടിമറിക്കപ്പെടാം. പക്ഷേ നമ്മൾ പൊതുവേ ഒരു ട്രെൻഡിനനുസരിച്ചാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഒരു വോട്ടിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ മൊത്തത്തിലൊരു വിലയിരുത്തലൊക്കെ നടത്തും. ആ ട്രെൻഡിനനുസരിച്ച് തന്നെയാണ് ഇതുവരെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അട്ടിമറി ഫീൽ എവിടെയും നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ ചില ചെറിയ തിരിമറികളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് വരാനാണ് സാധ്യത. ഒരു വ്യാപകമായൊരു അട്ടിമറി, രാജ്യവ്യാപകമായ അത്തരം സംഗതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വിശ്വസനീയമായ തെളിവുകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം.